ജോബ് സെർച്ച് ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. റെസ്യൂം ആൻഡ് വീഡിയോ പ്രൊഫൈൽ. ഒരു റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതെത്താൻ പോകുന്നത്, നിങ്ങൾ അയക്കുന്ന ഒരു കമ്പനിയിലേക്ക് അയക്കുന്ന ആപ്ലിക്കേഷനിൽ എത്താൻ പോകുന്നത് ഒരു പക്ഷേ ദിവസവും 100 കണക്കിന് റെസ്യൂം കാണുന്ന ഒരാളുടെ അടുത്തേക്കായിരിക്കും. അതായത് ആൾറെഡി 1000 കണക്കിന് അല്ലെങ്കിൽ ചിലപ്പോൾ 10,000 കണക്കിന് റെസ്യൂമുകൾ കണ്ടിട്ടുള്ള ഒരാളിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു റെസ്യൂം എത്തുന്നത്. അത് മാത്രമല്ല, റെസ്യൂം എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖമാണ്. ഒരു റെസ്യൂമിലൂടെ ഒരു റിക്രൂട്ടർ കാണുന്നത് നിങ്ങളെയാണ്. അത്രയും സീരിയസ്നെസ് കൊടുത്ത് റെസ്യൂം പ്രിപ്പയർ ചെയ്യുക. ഒരു ഫ്രഷറിൻ്റെ റെസ്യൂം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ സിമ്പിളായിട്ട് ഉള്ള റെസ്യൂം ആണ്. ഇതിൽ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ റെസ്യൂമിൻ്റെ ഹാർഡ് കോപ്പിയുടെ ഫോട്ടോ എടുത്ത് ഒരിക്കലും അയക്കരുത്. അത് നിങ്ങളുടെ ആ ഒരു ജോലിയിലുള്ള ഒരു താല്പര്യക്കുറവിൻ്റെ നെഗ്ലിജൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു വേർഡിലോ PDF-ലോ ഫോർമാറ്റിലുള്ള റെസ്യൂം തന്നെ അയക്കാൻ ശ്രമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ചിലർ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി റെസ്യൂമിൽ കാണിക്കുക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നതെന്ന് നോക്കുക. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 മുതൽ 6 സെക്കൻഡ് വരെ അല്ലെങ്കിൽ മാക്സിമം 10 സെക്കൻഡ് വരെയൊക്കെയാണ് ഒരു റെസ്യൂം നോക്കാൻ വേണ്ടി, ഫ്രഷേഴ്സിൻ്റെ റെസ്യൂം നോക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം മിക്കവാറും ഉള്ള എല്ലാ റിക്രൂട്ടേഴ്സിൻ്റെയും കണ്ണിൽപ്പെടും. ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയുടെ പേര് തെറ്റിച്ചെഴുതുക, ഇങ്ങനെയൊക്കെ ഉള്ള നെഗ്ലിജൻസ് ഒഴിവാക്കുക. പിന്നെ കളർഫുൾ ആയിട്ടുള്ള റെസ്യൂം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 2 കളറാണ് ബ്ലാക്ക്, ബ്ലൂ. ഈ 2 കളറുകൾ നിങ്ങൾക്കൊരു കളർ റെസ്യൂം തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിൽ അത് ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. മറ്റു കളറിൽ ഉണ്ടാക്കാം നിങ്ങൾക്ക്, പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. അടുത്തത്, ക്ലിയർ ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കണം, നല്ല സ്പേസ് വേണം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഒരു ഫ്രഷറിന് റെസ്യൂമിൽ വെക്കാൻ പറ്റുന്നത്? ഒന്ന്, നിങ്ങളുടെ പേര്. അത് എയ്തർ നിങ്ങൾക്കൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു സൈഡിൽ. ഈ ഫ്രഷേഴ്സിൻ്റെ റെസ്യൂമിൽ തന്നെ നമുക്ക് 3-4 ടൈപ്പിലുള്ള ഡിസൈൻസ് ഉപയോഗിക്കാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, പിന്നെ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഇപ്പോൾ എറണാകുളമെന്നോ കോഴിക്കോടെന്നോ തിരുവനന്തപുരമെന്നോ വെക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ വലിയ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ, നിങ്ങളൊരു വലിയ സിറ്റിയിൽ നിന്നാണ് ജോബ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഡൽഹിയിലേക്ക്, മുംബൈയിലേക്ക്, ഇത്തരം സിറ്റികളിലേക്ക് എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ലൊക്കേഷനിൽ നിന്ന് ഒരു ലൊക്കേഷനിൽ താമസിക്കുന്നു, എന്നിട്ട് നിങ്ങളൊരു കമ്പനിക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം നിങ്ങളുടെ ഒരു പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെ വയ്ക്കാം. പക്ഷേ നിങ്ങൾ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു PG-യിലോ വല്ലതും താമസിക്കുന്നു ഇത്തരം സിറ്റികളിൽ, പക്ഷേ ജോലി എവിടെ കിട്ടുന്നോ, നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ജോലി എവിടെ കിട്ടുന്നോ ആ ലൊക്കേഷനിലോട്ട് നിങ്ങൾ മാറി താമസിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങളൊരു അഡീഷണൽ ലൈൻ കൊടുക്കുന്നത് എപ്പോഴും, അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എപ്പോഴും നിങ്ങളെയും റിക്രൂട്ടറെയും ഹെൽപ്പ് ചെയ്യും. അതായത് പ്രിഫേർഡ് ലൊക്കേഷൻ. ഈ പ്രിഫേർഡ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേറ്റോ സംഭവങ്ങളോ ഒന്നുമല്ല, ഒരു സിറ്റിക്കകത്തുള്ള പ്രിഫേർഡ് ലൊക്കേഷൻ പറയുമ്പോൾ, അതായത് നിങ്ങൾ മറ്റു സ്ഥലത്തേക്ക് ജോലി എവിടെ കിട്ടുന്നോ, സൂട്ടബിൾ ആയിട്ടുള്ള ജോലി എവിടെ കിട്ടുന്നോ അങ്ങോട്ട് മാറി താമസിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, പ്രിഫേർഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എനിവെയർ ഇൻ ചെന്നൈ, എനിവെയർ ഇൻ ഡൽഹി, എനിവെയർ ഇൻ മുംബൈ, എനിവെയർ ഇൻ ബാംഗ്ലൂർ എന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഈ റെസ്യൂമിൻ്റെ ഡിസൈനിനകത്ത് നമ്മൾ ഒരുപാട് മാറ്റം വരുത്തണം. അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം മാറിപ്പോയി. ടോക്കൺ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോലും നിങ്ങളൊരു ഹാർഡ് കോപ്പി റെസ്യൂം കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി, അതൊരിക്കലും മടക്കുകയോ ഒന്നും ചെയ്യരുത്. അത് മാത്രമല്ല, അതിൻ്റെ അലൈൻമെന്റ് എല്ലാം ക്ലിയർ ആയിരിക്കണം, സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, നല്ല ഫോണ്ട് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അതായത് റീഡബിൾ ആയിട്ടുള്ള, കാണാൻ എന്താ പറയുന്നത്, പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോൺസ് ഉപയോഗിക്കുക, സാധാരണ ഉപയോഗിക്കുന്ന ഫോൺസ്.
കോമൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോംസ്. പിന്നെ ഈ സമ്മറി നിങ്ങളുടെ സ്കിൽസൊക്കെ ആസ് എ ഫ്രഷർ നിങ്ങളുടെ ഒരു സമ്മറി സ്കിൽസ് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതൊന്നും ഒരുപാട് പോയിന്റ്സ് അതിനകത്ത് ആഡ് ചെയ്യാതിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റിൽ ഇതങ്ങ് ഒതുക്കുക. എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഒക്കെ മെൻഷൻ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ ഹോബീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്തും അതിനകത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2-3 ഹോബീസ് മാത്രം വയ്ക്കാൻ നോക്കുക. അതുപോലെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം. അത് മസ്റ്റാണ്. കാരണം ചില പൊസിഷൻസിന് ഇത്ര അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22, 23, 25 എന്ന് പറഞ്ഞ് നിശ്ചയിച്ചിട്ടായിരിക്കും കമ്പനിയുടെ റിക്രൂട്ടേഴ്സ് ആപ്ലിക്കേഷൻസ് സോർട്ട് ചെയ്യുന്നത്, റെസ്യൂംസ് സോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് DOB ഇല്ലാത്തത് നെഗ്ലക്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് പെട്ടെന്ന് നോക്കി പോകുമ്പോൾ. അതുകൊണ്ട് മുകളിൽ തന്നെ DOB കൊടുത്തിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കണം. പിന്നെ ഫ്രഷേഴ്സിന്റെ റെസ്യൂമിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി ചേർത്ത റെസ്യൂംസ് 2-3 പേജുള്ള റെസ്യൂംസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, 25-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ പോലും റെസ്യൂംസ് എല്ലാം ഇന്ന് 2 പേജ് മാത്രമാണ്. അതാണ് പ്രിഫേർഡ് റെസ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ 1 പേജിൽ താഴെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒരു 80% ഒരു നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 80% കവർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ജോബിനെ പറ്റിയുള്ള ഒരു സമ്മറി ആദ്യം കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ഇനി അഡീഷണൽ സർട്ടിഫിക്കറ്റ്സോ ഇന്റേൺഷിപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസിലോട്ടോ അല്ല മറ്റ് നിങ്ങളെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഫോട്ടോഗ്രാഫുള്ള ഒരു റെസ്യൂമിന് എപ്പോഴും കൂടുതൽ വെയിറ്റേജ് കിട്ടും. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ക്ലീൻ ആയിട്ടുള്ള നല്ല ഗ്രൂംഡ് ആയിട്ടുള്ള എന്നാൽ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യാതെയുള്ള ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഈ ഭാഗങ്ങളിലോട്ടൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഈ ഭാഗങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്.